ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 5 മിനിറ്റ്സിൽ ഒരു മോരുകറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ചട്ടിയിൽ ഒരു തക്കാളി നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു തക്കാളി എടുത്തത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കാം. എന്നിട്ട് തക്കാളി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഒരു 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കുക്കായി വരും. സാധാരണ മോരുകറി ഉണ്ടാക്കുമ്പോൾ കുമ്പളങ്ങ, വെള്ളരിക്ക, പൈനാപ്പിൾ ഇതൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ മോരുകറി വെക്കുക. ഇത് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മോരുകറി ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ തക്കാളി കുക്കായി വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത്. ഇനി 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദേ മിക്സ് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ഈ ടെക്സ്ചറിൽ കിട്ടണം. തൈരും തേങ്ങയും എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. തക്കാളിയിലത്തെ വെള്ളവും പിന്നെ നമ്മൾ ആഡ് ചെയ്ത വെള്ളവും കൂടിയും ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഫുൾ വെള്ളം വറ്റിച്ച് എടുക്കണ്ട. ഇനി ഈ ടൈമിൽ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് തിളച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ആക്ച്വലി ഈ റെസിപ്പി ഗൾഫിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് പ്രിയ ഫോർ ദിസ് റെസിപ്പി. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതൊക്കെ കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാക്കറ്റ് തൈരാണെങ്കിൽ ജസ്റ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നിങ്ങൾക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട്. നോൺ വെജിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ തക്കാളി മോരുകറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ, താങ്ക് യു.